ഇനി നമ്മൾ KPCC ആസ്ഥാനത്ത് ബിനിൽ ലീല സാബു ഉണ്ട്. ബിനിൽ, മുൻപെങ്ങുമില്ലാത്ത വിധം, അതായത് വലിയൊരു വിജയത്തിന് ശേഷം 102 സീറ്റ് നേടിയുള്ള ഒരു വിജയത്തിന് ശേഷം പോലും ഇല്ലാത്ത വിധം അത്രയധികം പിരിമുറുക്കത്തിലായിരുന്നു ഈ KPCC ആസ്ഥാനം എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പിടിവലി നടക്കുന്നു, അതിൽ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും വലിയ വിജയത്തിന് ശേഷവും ആ വിജയത്തിന് ഒരു മങ്ങലേൽക്കുന്ന രീതിയിൽ അത്രയധികം സന്തോഷിക്കാൻ വക നൽകാത്ത പോലുള്ള ഒരു സാഹചര്യമായിരുന്നല്ലോ ഉരുത്തിരിഞ്ഞിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഇന്നൊരു വിരാമമായിരിക്കുന്നു, അവസാനമായിരിക്കുന്നു. ഒടുവിൽ VD സതീശനിലേക്ക് എത്തുമ്പോൾ KPCC ആസ്ഥാനത്തെ വികാരം എന്താണ്, അവിടുത്തെ അന്തരീക്ഷം എന്താണ് നിലവിൽ? ശ്യാമലി, KPCC ആസ്ഥാനം മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ ആഘോഷത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുറത്ത്, KPCC ആസ്ഥാനം തൊട്ടുപുറത്തുള്ള റോഡിലാണ്. എനിക്ക് പിന്നിൽ തന്നെ കാണാം നിരവധിയായ പ്രവർത്തകർ. അവർ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ഇവിടേക്ക് വരികയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ആഘോഷിക്കുന്നത്. ശ്യാമലി പറഞ്ഞതുപോലെ നേരത്തെ 3 നേതാക്കളുടെ പേരും സജീവമായി തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിൽ ഒറ്റ പേരിലേക്ക് എത്തിയിരുന്നില്ല. അത് ചിലപ്പോൾ, അതായത് കോൺഗ്രസിന്റെ ഒരു തീരുമാനം ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ ചില സൂചനകളെങ്കിലും നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു സൂചനയും ഉണ്ടായില്ല. ഇന്ന ആളാണ്, അതായത് ഈ നേതാവാണ് മുഖ്യമന്ത്രി വരിക എന്നൊരു സൂചന പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. പ്രഖ്യാപനത്തിന് മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് എന്ന ഒരു വിവരം പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇന്ദിരാഭവനിൽ വലിയ ആഘോഷ പരിപാടികൾ ഉണ്ട്. ഇവിടേക്ക് VD സതീശൻ എത്തും. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ ഇവിടെയുണ്ട്, അദ്ദേഹത്തെ കാണുകയും ചെയ്യും. എന്തായാലും വലിയ ആഘോഷം തന്നെ നമുക്ക് ഇതിന് മുന്നിൽ കാണാൻ സാധിക്കും. ചേട്ടാ, വലിയ ആഘോഷത്തിലാണോ? നമുക്കൊരു ഭരണമാറ്റമാണ്. ഈ ഭരണമാറ്റം മുമ്പോട്ട് പോകുന്നത് ഈ ഇടത് ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നിലേക്ക് പോകുന്നു. നമ്മുടെ ഭരണത്തിന്റെ തുടക്കമാണ്. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. എന്താണ് VD സതീശൻ ധീരനായ പാവപ്പെട്ടവന്റെ നേതാവ് VD സതീശൻ. അതുമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സമുദായ നേതാവിന്റെയും പറയാൻ പോവാത്ത കരുത്തറ്റ പ്രതീകത്തിന്റെ ഉടമ VD സതീശൻ. SNDP വെള്ളാപ്പള്ളി നടേശൻ ഓണം വനവാസത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. ശരി, പ്രവർത്തകർ ഇതൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണമൊക്കെ വരുന്നത്. രാഷ്ട്രീയ വനവാസം എന്ന അദ്ദേഹത്തിന്റെ ഒരു നിലപാടായിരുന്നു. അത് പിന്നീട് ചെറുതായി തിരുത്തിയെങ്കിലും രാഷ്ട്രീയ വനവാസത്തിൽ പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല 100 സീറ്റുകൾക്കധികം നേടി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവ് അദ്ദേഹം മാത്രമാണ്. അതൊക്കെയാണ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല വലിയ വിമർശനമാണ് അദ്ദേഹം, ഈ സമുദായ നേതാക്കന്മാർ NSSും SNDPയും വലിയ വിമർശനം അദ്ദേഹത്തിന് ഉന്നയിച്ചിരുന്നു. അതൊക്കെ താണ്ടിയാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി യോഗ്യനാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഈ KPCC ആസ്ഥാനത്തേക്ക് VD സതീശൻ അല്പസമയത്തുള്ള നിയുക്ത മുഖ്യമന്ത്രി ഇവിടേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയുള്ള ഒന്ന് മന്ത്രിസഭാ രൂപീകരണമാണ്. കോൺഗ്രസിന് 11-12 മന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും അതിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളൊക്കെ ജയിച്ചിട്ടുണ്ട്. സാമുദായിക പരിഗണന നോക്കണം, അങ്ങനെയൊക്കെ നോക്കിയാകും. എല്ലാ കാലത്തും കോൺഗ്രസ് അങ്ങനെയൊക്കെ നോക്കിയാണ് മന്ത്രിമാരെ തീരുമാനിക്കുക. ഇത്തരത്തിൽ സ്പീക്കറും ഉണ്ടാവുക കോൺഗ്രസ് തന്നെയാകും. എന്തായാലും മറ്റ് ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമൊക്കെ ഏകദേശമായിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ 5 മന്ത്രിമാരുണ്ടാകുമെന്ന് അറിയുന്നു. എന്തായാലും ഇനി വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യമായിരിക്കും. ശ്യാമലി. ശരി ബിനിൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിനിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലെ ചർച്ച അത് മന്ത്രിസഭയിലേക്ക് ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യും, വകുപ്പ് വിഭജനം എങ്ങനെയൊക്കെ, ഘടകകക്ഷികൾക്കൊക്കെ എത്ര വീതം മന്ത്രിസ്ഥാനം എന്നൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് വരിക. വാർത്തകളിലേക്കും ഇത് തന്നെയായിരിക്കും കടന്നു വരിക. അതാണ് ബിനിൽ ഏറ്റവും അവസാനമായി പറഞ്ഞത്. ഇനി നമ്മൾ സൈഫുനിസയിലേക്കാണ് പോകുന്നത്. സൈഫുനിസ പറവൂരാണുള്ളത്, പറവൂർ മണ്ഡലത്തിലാണുള്ളത്. സൈഫുനിസ, VD സതീശന്റെ മണ്ഡലമാണ് പറവൂർ, എല്ലാവർക്കും അറിയാം. എന്താ വലിയ ആവേശത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള VD സതീശൻ അനുകൂലികൾ, അവർ അണികൾ എല്ലാവരും അങ്ങനെയാണ്. പറവൂരിലും സമാനമായ സ്ഥിതിയായിരിക്കുവാനേ സാധ്യതയുള്ളൂ. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ശ്യാമലി, VD സതീശന്റെ തട്ടകമാണ് പറവൂരിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പടുത്തുയർത്തിയത്. നമുക്കറിയാം, അദ്ദേഹം VD സതീശൻ പറവൂരിൽ ആദ്യം മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടാണ് തുടങ്ങിയത്. പക്ഷേ നെട്ടൂരിൽ നിന്നെത്തിയ VD സതീശനെ പിന്നീടുള്ള 5 വർഷം കഴിഞ്ഞപ്പോൾ പറവൂരുകാർ നെഞ്ചിലേറ്റുകയാണ് ചെയ്തത്. ആ പറവൂരുകാരുടെ ആഘോഷവും ആഹ്ലാദവുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രിയെ കാണാൻ കാത്തിരിക്കുകയാണ്. ജീവൻ രക്ഷ
രക്ഷിച്ചതാണ് മുഖ്യമന്ത്രി. ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു, എന്നെ മൊത്തം രക്ഷിച്ചത് ഒരുപാട് പേരുണ്ട് ഇവിടെ അദ്ദേഹത്തിനെ കാണാൻ കാത്തിരിക്കുന്നു. നിലപാടിന് രാജകുമാരനാണല്ല. അതെ അതെ, ഞങ്ങള് ഈ വി.ഡി. സതീശൻ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് തെളിയിച്ചതിന്റെ ആ ഒരു സമ്മാനമാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. AICC എടുത്ത ഏറ്റവും നല്ല ഉചിതമായ തീരുമാനമാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത്. ജനവികാരമാണ് ഇപ്പോൾ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നുള്ളൂ. ഇതൊരു നിയോഗമാണ്, ദൈവ നിയോഗം. സാറിന്റെ കയ്യിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം എത്തുക എന്നുള്ളത് വലിയൊരു ആഘോഷത്തോടെയുള്ള കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്? കേരളം കാത്തിരുന്ന ഒരു വിജയമാണ് ഇപ്പൊ ഈ പ്രഖ്യാപിച്ചേക്കുന്നത്. അതുകൊണ്ട് കേരളം ഒട്ടാകെ സന്തോഷിക്കണം. അതുപോലെ തന്നെ ഞങ്ങളും ഈ നിയോജക മണ്ഡലം മൊത്തം സന്തോഷത്തിലാണ്. നിങ്ങളുടെ ഒപ്പം തന്നെ കൂട്ടായി നിന്നൊരു പ്രവർത്തനമായിരുന്നില്ല ഈ ഇലക്ഷൻ സമയത്തൊക്കെ നടത്തി, അതിന് കിട്ടിയ ഒരു നല്ലൊരു പ്രതിഫലമാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ്. അത് നല്ല ഭൂരിപക്ഷം ജയിക്കാനും പറ്റി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനും സാധിച്ചു. അതിനൊക്കെ ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം. ഇവിടെ വലിയ സന്തോഷ പ്രകടനങ്ങളുണ്ട്, ലഡു വിതരണം, അലുവ വിതരണം, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഇനി എന്നാണ് വി.ഡി. ഇവരുടെ അടുത്തേക്ക് വരിക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇവർ കാത്തു നിൽക്കുന്നത്. എവിടുന്ന വരുന്നത്? ഞങ്ങൾ മാഞ്ഞാലി, ഈ തൊട്ടടുത്തുള്ള മണ്ഡലമാണ്. വളരെ സന്തോഷം. ഒരു കുട്ടി ഫാനുണ്ട്, വി.ഡി. സതീശന്റെ കുട്ടി ഫാനുണ്ട്. രാവിലെ ഒരു 16 കിലോ അലുവയായിട്ട് വന്നതാണ് ഇവിടെ അല്ലേ? എപ്പോ എത്തി ഇവിടെ? അലുവയൊക്കെ കൊടുത്തോ? എല്ലാവർക്കും കൊടുത്തോ? വി.ഡി.സിനെ കാണാൻ കാത്തിരിക്കുകയാണോ? കണ്ടിരുന്നോ ഇതിനു മുമ്പ്? എന്നാ കണ്ടേ? ഇടയ്ക്ക് വന്ന് കാണാറുണ്ട്, വീട്ടിൽ നിന്ന് വന്ന് കാണാറുണ്ട്. വളരെ സന്തോഷം. കേരളം ആഗ്രഹിച്ചത്, പറവൂർ ആഗ്രഹിച്ചത്, വളരെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച ഈ സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ഈ പറവൂർ നിയോജകമണ്ഡലത്തിലെയും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ സാധാരണക്കാർക്കും കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങളെല്ലാവരും കാണുന്നത്. മട്ടന്നൂരിൽ നിന്ന് വന്നതാണ്. ധർമ്മടത്ത് വന്നാണ്. സാറിനെ നേരിട്ട് കണ്ടിട്ട് ആശീർവദിക്കാൻ വേണ്ടി വന്നാണ്. 2 ദിവസമായി ഇവിടെ സ്റ്റേ ചെയ്യുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. ധർമ്മടത്തിൽ പിന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്ന് പുതിയ മുഖ്യമന്ത്രിയെ കാണാൻ. അതെ, നമ്മളെ പഴയ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്ന് പുതിയ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ വന്ന് നേരിട്ട് കാണാൻ വേണ്ടി കിട്ടിയ ചാൻസാണ്. അത് ഉപയോഗപ്പെടുത്തുന്ന എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒരുപാട് പേര് വലിയ സന്തോഷത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ. കാരണം ഇവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചാണ്. പലപ്പോഴും പതറിപ്പോയപ്പോഴും ആത്മവിശ്വാസം നൽകി ഇവർക്കൊപ്പം നിന്നത് വി.ഡി.യാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്ന് പലരും ആശങ്കപ്പെട്ടപ്പോഴും വി.ഡി. സതീശൻ പറഞ്ഞതാണ് 100 സീറ്റിലധികം നേടി വിജയിക്കുമെന്ന്. ആ 100-ലധികം സീറ്റ് നേടി വി.ഡി. സതീശന്റെ പാർട്ടിയായ UDF വിജയം കൊയ്തപ്പോൾ വി.ഡി. അല്ലാതെ മറ്റാരും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം എന്നുള്ള ചോദ്യമാണ് പറവൂരുകാർ ചോദിച്ചത്. എന്തായാലും ആ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോൾ AICC-യിൽ നിന്ന് ഹൈക്കമാൻഡിൽ നിന്ന് വന്നിരിക്കുന്നു. അവർ ആഗ്രഹിച്ചതുപോലെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ആഘോഷം പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തും പറവൂരിൽ ഇപ്പോഴും തകൃതിയായി നടക്കുകയാണ്. ശ്യാമിലി.